പച്ചക്കറി 200, 350, പിന്നെ മസാല, പപ്പടം, പരിപ്പ്, കായ, വറുക്കാനുള്ള കായ. ഒന്നാണ് ഒരു കാര്യം പറഞ്ഞുതരാം. ബാ, ഇവിടെ ഒരു മനുഷ്യർ ജോലി ചെയ്യണുണ്ടല്ലേ? ഞാൻ വേറൊരു കാര്യം പറഞ്ഞുതരാം. നമുക്കൊരു ട്രിപ്പ് പോവാം. ട്രിപ്പാ? നമുക്ക് ആലപ്പുഴ പോയി വള്ളംകളിയും കണ്ട് തൃശ്ശൂർ പോയി പുലികളിയും കണ്ടിട്ട് തിരിച്ചു വരാം. മനുഷ്യ ആകെ ഇവിടെ ഭ്രാന്തെടുത്തിരിക്കും. ഭ്രാന്ത്? പെണ്ണും പിള്ള വീട്ടിൽ കിടന്ന് ബഹളമൊന്നും. എന്തിന്? പിള്ളേര് കാവർത്ത വേണമെന്ന് കൊണ്ട് ബഹളം കാണിച്ചെന്നു. വാങ്ങിച്ചു കൊടുത്താ പോരെ? എല്ലാത്തിനെയും പറക്കിട്ട് അടിച്ചെന്നു. എന്തിന്? വെളിച്ചെണ്ണ മാത്രം വാങ്ങിക്കാൻ പറ്റില്ല ഓണത്തിന്. അത് നിങ്ങൾ വാർത്തയെന്ന് പറയും പോലെ പാതാളത്തിൽ കിടക്കുന്ന നിങ്ങളവിടെ പത്രം വായിക്കാൻ. വെളിച്ചെണ്ണയ്ക്ക് ഇപ്പൊ സ്വർണത്തിന്റെ വിലയാണ്. പിന്നെ 1 കിലോ സ്വർണം വാങ്ങിച്ചിട്ട് ചക്കിലാട്ടി അങ്ങ് കൊടുത്താ പോരെ? ചുമ്മാതല്ല, വർഷത്തിൽ മൊത്തം പാതാളത്തിൽ ഇരിക്കുന്നത്. പോലെ പോലെടാ പോലെ എടാ ഞാനുണ്ടാ പോവല്ലടാ നിക്കടാ. നമസ്കാരം. ഹാപ്പി ഓണം. ഹാപ്പി ഓണം. സുഖമായിരിക്കുന്നോ? ആ, നല്ല കുഴപ്പമൊന്നുമില്ല. വളരെ ഇഷ്ടമുള്ള ഒരു നടനാണ്. അപ്പോൾ ഈ ഓണക്കാലത്തിന് നിങ്ങളെയൊക്കെ വന്ന് കണ്ട് കുറച്ച് നേരം നിങ്ങളുടെ അടുത്തൊക്കെ സ്പെൻഡ് ചെയ്ത് വർത്തമാനങ്ങളും വിശേഷങ്ങളൊക്കെ അറിഞ്ഞു പോവാം എന്നായിരുന്നു ആഗ്രഹം. മാവേലി സ്പെൻഡ് ചെയ്തെന്നൊക്കെയാണ് പറഞ്ഞു തുടങ്ങിയേക്കുന്നത്. ന്യൂ ജനറേഷൻ അല്ലേ? അതിനനുസരിച്ച് പണ്ട് കാലത്ത് മാവേലി ഒരു രൂപം വരെ മാറിയില്ലേ? പിന്നെ എല്ലാം മാറി. അതെ, ഡയറ്റാ. ശരിക്കും മാവേലി യോദ്ധാവാണ്. അതെ, ഇങ്ങനെ ഇരുന്നത്. അതെ, അത് പിന്നെ നമ്മള് കോമഡിക്കാരാണ് വയറൊക്കെ വെച്ച് ഇങ്ങനെ. ശരിക്കും 6 പാക്ക് ആയിട്ടുള്ള യോദ്ധാവാണ്. അതെ, കായിക ശേഷി ഭയങ്കരമായിട്ടുണ്ടായിരുന്ന ഒരാളാണ്. അങ്ങനെ എന്തൊക്കെയാണ് പുതിയ സിനിമയുടെ വിശേഷങ്ങൾ? സിനിമകളുടെ വിശേഷം എന്ന് പറഞ്ഞാൽ ചെയ്യുന്നതോ ചെയ്യാൻ പോകണമെന്നൊന്നും പറയുന്നില്ല. ഇപ്പം ഇറങ്ങാൻ പോകുന്നതിനെ കുറിച്ച് പറയാം. പെരുങ്കളിയാട്ടം എന്ന് പറഞ്ഞൊരു വലിയ സിനിമയാണ്. ജയരാജ് സാറാണ് സംവിധായകൻ. അതിൽ സുരേഷ് ഗോപി ചേട്ടനാണ്. അതിൽ മലയൻ എന്ന് പറഞ്ഞൊരു കഥാപാത്രം ഒരു ത്രൂ ഔട്ട് എൻ്റെ ഒരു അഭിനയ ജീവിതത്തിൽ ഏറ്റവും മാറ്റം സംഭവിക്കാൻ പോകുന്ന ഒരു കഥാപാത്രമാണ്. അതാണ് ഞാൻ പ്രതീക്ഷ. അത് ഒക്ടോബറിലാണ് റിലീസ്. ഓണം കഴിഞ്ഞിട്ടാണ്. പിന്നെ ചേര എന്ന് പറഞ്ഞൊരു പടമുണ്ട്. അതിൽ പള്ളിയിലെ അച്ഛനാണ്. അതെ. പിന്നെ ഉള്ളത് ഓട്ടംതുള്ളൽ, ഒരു മാർത്താണ്ഡൻ എന്ന് പറഞ്ഞ സംവിധായകൻ. അതിൽ ഞങ്ങൾ 5-6 പേരാണ്. വിജയരാഘവൻ ചേട്ടൻ, വിഷ്ണു ഉണ്ണികൃഷ്ണൻ, ഷാജോൺ, ഞാൻ, ഹരിസ് കേശവൻ ചേട്ടൻ, അങ്ങനെ കുറച്ച് പേര്. അപ്പം അങ്ങനെ ഒരു 3 സിനിമയാണ് റിലീസിനുള്ളത്. നന്നായിരിക്കട്ടെ. ഈ 3 സിനിമകൾക്കും എല്ലാവിധ വിജയാശംസകളും നേരുന്നു. അതെ, ഗംഭീര വിജയങ്ങളാവട്ടെ. താങ്ക് യു. ഇപ്പൊ ഈ പണ്ട് കാലത്തൊക്കെ ഓണം ആ കാലഘട്ടത്തൊക്കെ നിറയെ സ്റ്റേജ് പരിപാടികൾ അതൊക്കെ ആയിട്ട് സജീവമായിരുന്നു. ഇപ്പൊ അങ്ങനെ സ്റ്റേജ് പരിപാടികൾ ഇപ്പൊ കിട്ടിയാലും ഞാൻ പോകും ചെയ്യുന്നുണ്ട്. സ്റ്റേജ് ഞാൻ വിടാറില്ല. അതൊരു ഇപ്പൊ സാധാരണ ഓണത്തിനൊക്കെ തിരുവനന്തപുരം നമ്മുടെ സർക്കാരിന്റെ ഫെസ്റ്റിവലായിരിക്കും. ഇപ്പം എന്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓണം ഇവിടെ ആഘോഷിക്കുമ്പോൾ ഇവിടെ മാത്രമേ കാണാൻ പറ്റുള്ളൂ. എനിക്ക് ഏറ്റവും ഇഷ്ടം ഏതെങ്കിലും സ്ഥലത്തേക്ക് പോകണം. അപ്പോൾ വഴി നീളെ ഈ തോരണങ്ങളൊക്കെ കെട്ടി അതാണ് എനിക്കിഷ്ടം. വടംവലി. അതെ, റോഡിലൊക്കെ ബ്ലോക്ക് ചെയ്തിട്ട് വടംവലി. അതെ. അപ്പോൾ നമ്മുടെ ഒരു ഫ്രണ്ട് അനൂപ് എന്ന് പറഞ്ഞാൽ അപ്പോൾ ചേർത്തലയിലാണ്. അവിടെ നിന്ന് ഊണൊഴുക്കി ഉച്ചയ്ക്ക്. അങ്ങനെയൊക്കെ ആയിരുന്നു നമ്മുടെ യാത്ര ഒരു കാലത്തെ ഓണങ്ങൾ. അതെ, കൂട്ടുകാരും ഒക്കെ ഉണ്ടാവും. അതെ. അപ്പോൾ ഇത്തവണയും ഓണത്തിന് എന്തെങ്കിലും ഒരു ക്ഷണം ഉണ്ടാവും. അപ്പോൾ തൃശ്ശൂർക്കോ അങ്ങനെ ഞാൻ പോകും. ഞാൻ വീട്ടിൽ തന്നെ ഓണം കൂടണമെന്ന് ക്രിസ്മസ് കൂടണമെന്ന് എനിക്ക് വാശിയില്ല. എനിക്ക് പുറത്ത് പോകാനാണ് ഇഷ്ടം. ഇത്തവണ ഓണത്തിന് അങ്ങനെ സ്റ്റേജ് പരമായിട്ട് എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? ഇതുവരെയായിട്ട് ഒന്നും വന്നിട്ടില്ല. വിളിക്കുമായിരിക്കും. ഈ സിനിമയുടെ തിരക്കുകളിൽ നിന്നൊക്കെ ഒഴിഞ്ഞു മാറിയിട്ട് അങ്ങനെ ചെയ്യാൻ പറ്റിയാൽ. അല്ല, അതില്ല, സിനിമയല്ല, അല്ലെങ്കിൽ എനിക്ക് ടൂറിസം മേഖല അവിടെ നിന്ന് എനിക്ക് ക്ഷണം വരാറുണ്ട്. കഴിഞ്ഞ ഇതിന് തന്നെ തൃശ്ശൂരൊക്കെ ഞാൻ പോയി ഷോ ചെയ്തതാ. അത് ആ ദിവസം എനിക്ക് ഭയങ്കര ഇഷ്ടമാണത്. അതിപ്പോ സിനിമയിലാണെങ്കിൽ ഞാൻ പറയും 2 ദിവസം കഴിയുമ്പോൾ ഓണപരിപാടി ഉണ്ടെന്ന് പറയുമ്പോൾ അഡ്ജസ്റ്റ് ചെയ്ത് തരും. ഡേറ്റ് ഒക്കെ അഡ്ജസ്റ്റ് ചെയ്ത് അവർ അറേഞ്ച് ചെയ്ത് തരും. കുടുംബം സുഖമായിട്ടിരിക്കുന്നു? കുടുംബം സുഖമായിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ കിടന്ന് കഷ്ടപ്പെടുന്നത്. നമ്മൾ ഓടിയിട്ടേ കാര്യമുള്ളൂ. അത് നമ്മൾ പണിയെടുക്കുക എന്നുള്ളതാണ്. എനിക്ക് പണി ഇഷ്ടമുള്ളതാണ്. ഈ ഇഷ്ടമുള്ള പണിയാണ്. അത് കഷ്ടപ്പാടെന്ന് ഞാൻ പറയാറില്ല. അതെ. നമ്മുടെ ഉള്ളിൽ നിന്ന് ചെയ്യുന്നു, പണ്ട് തൊട്ടേ ചെയ്ത് ശീലിച്ചതും പാഷന്റെ പുറത്ത് ചെയ്യുന്ന ഒരു ജോലിയും കൂടിയാണ്. TV-ൽ കുറേ പരിപാടികളുണ്ട്, സ്പെഷ്യൽ പരിപാടികൾ. അത് ചെയ്യാറുണ്ട്. ഇപ്പം അല്ലാതെയുള്ള ഇന്റർവ്യൂകൾ നിർത്തി. ഇപ്പം കാരണം നമ്മൾ ഉദ്ദേശിക്കുന്ന ആൾക്കാർ എടുക്കുന്നത് നമ്മൾ പറയുന്ന അർത്ഥത്തിലായിരിക്കില്ല, വ്യാഖ്യാനിക്കും. എന്നിട്ട് ഒരു തമ്പനയിലും കൊടുക്കും. ഇപ്പൊ ഇത് തന്നെ പറഞ്ഞാൽ പിന്നെ എന്തായിരിക്കും, വീട്ടിൽ നിൽക്കാൻ ഇഷ്ടമല്ല, അവൻ വീടിനെ തള്ളി പറഞ്ഞു. അങ്ങനെ പറയുന്ന ആൾക്കാർ എന്തിലും ഒരു ഇതാണ്. അപ്പൊ അത് ഇപ്പൊ ബൈബിളിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, അല്പം മദ്യം ബോധത്തെ ഉണർത്തും. അത് എത്ര ഫുള്ളാന്ന് പറഞ്ഞിട്ടില്ല. അതെ, എന്നാൽ അധികമായാൽ അമൃതും വിഷമൊന്നും പറഞ്ഞിട്ടുണ്ട്. അതും പറഞ്ഞു. അപ്പൊ ഇതിന്റെ ഇടയിൽ കിടന്നിട്ട് നമ്മൾ പൊളയാണ്. വ്യാഖ്യാനങ്ങളാണ് ഏറ്റവും വലിയ പ്രശ്നം. അതെ, എല്ലാം മാറട്ടെ. ഈ അടുത്ത കാലത്തായിട്ട് ഞാൻ ശ്രദ്ധിക്കുന്നത് ചില സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ വന്നിട്ട് പലരും
മുഖമില്ലാത്ത പ്രൊഫൈലുകൾ കൊണ്ട് പ്രശസ്തരാകുന്നവരെ അല്ലെങ്കിൽ പ്രശസ്തരായവരെ മോശമായിട്ട് കമൻ്റ് ഇട്ട് അവരെ നിരുത്സാഹപ്പെടുത്താനായിട്ട് പലരും മനഃപൂർവ്വമായിട്ട് ശ്രമിക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണ്. അപ്പോൾ താങ്കൾക്കും അങ്ങനെയുള്ള പല നെഗറ്റീവ് കമൻറ്റുകളും വരുന്നതായിട്ടും കാണുന്നുണ്ട്. ഇതൊക്കെ എങ്ങനെ മനസ്സിനെ വേദനിപ്പിക്കുമോ, അതോ അല്ലെങ്കിൽ നമുക്കൊരു നിരാശാബോധം ഉണ്ടാക്കുമോ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ട്? അതിന് ഏറ്റവും വലിയ ഉദാഹരണമല്ലേ മാവേലി, എന്ത് നല്ല ഭരണകർത്താവായിരുന്നുണ്ട് ചവിട്ടിത്താഴ്ത്തി കളഞ്ഞില്ലേ? ആണ്ടാ, ചവിട്ടിത്താഴ്ത്തും. മര്യാദക്ക് ജീവിക്കുന്നവരും മര്യാദക്ക് രാജ്യം ഭരിക്കുന്നവരും ഒന്നും മര്യാദക്ക് മരിച്ചിട്ടില്ല അല്ലേ? പുണ്യാളന്മാരെ ഒരാളാ മറ്റേ കർത്താവിനെ കുരിശിത്ത് മഹാത്മാഗാന്ധി ജീവിച്ചിരുന്നപ്പോൾ നല്ലത് പറഞ്ഞിട്ടില്ലാരും, വെടിവെച്ച് കൊന്ന്. അപ്പം ഒന്ന് ഓർത്ത് നോക്ക്. അപ്പം പക്ഷെ നമ്മളിത് ഭയന്ന് ഓടുന്നൊന്നുമില്ല. കാരണം എന്ത് ആക്രമണം ഉണ്ടായാലും ഞാൻ ഇൻസ്റ്റയും ഫേസ്ബുക്ക് അക്കൗണ്ടൊന്നും ഡിലീറ്റ് ചെയ്ത് പോകാറില്ല. തെറി പറയണവർ പറഞ്ഞുകൊണ്ടിരിക്കട്ടെ, പക്ഷേ അതെനിക്ക് ഗുണമായിട്ടാണ് വരുന്നത്. അതെ, ഈ ശരിക്കും ചെടികൾക്ക് വളം എന്താണ്? ഏറ്റവും ഇതുപോലുള്ള സംഭവങ്ങളാണ്. അപ്പോൾ ആ മരത്തിനെ വളരാൻ ഉപകരിക്കും, അതിനുള്ള ഊർജ്ജം അതിന് കിട്ടും. അപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നതല്ല, യഥാർത്ഥത്തിൽ നമ്മൾ നന്മയാണ് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ടാണ് നമുക്ക് ഓരോ ദിവസവും വളർച്ച ദൈവം തരുന്നത്. അപ്പോൾ അത് ഇപ്പം പറഞ്ഞുകൊണ്ടിരിക്കുന്നവരിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കട്ടെ, അത് അവർ പറഞ്ഞുകൊണ്ടേയിരിക്കും, നമ്മുടെ പാട്ടിൽ വളർന്നുകൊണ്ടേയിരിക്കും. പക്ഷെ അവരാ പറച്ചിൽ നിർത്തിയിട്ട് അവരിലൊരു കഴിവുണ്ടെങ്കിൽ, ഒരു കലാകാരൻ എന്ന നിലയിൽ പറയണത്, ഒരു ചെറിയൊരു കഴിവാണെങ്കിൽ പോലും അത് ഡെവലപ്പ് ചെയ്യാൻ നോക്കിയാൽ അവരുടെ ജീവിതം സക്സസ് ആവും. അല്ലെങ്കിൽ ജീവിതകാലം ഇങ്ങനെ മറ്റുള്ളവരെ പുഴു തിന്നും. അതെ അതെ. അപ്പോൾ അതുകൊണ്ട് അതിൽ ഭയക്കുകയൊന്നുമില്ല. കാരണം ഒരുപാട് കാലമല്ല നമ്മൾ അതിൻ്റെ അകത്ത് സർവൈവ് ചെയ്യുന്ന. സ്റ്റേജിൽ നിന്നാണ് വന്നത്, കോളേജ് രാഷ്ട്രീയത്തിൽ നിന്നാണ് വന്നത്. അതുകൊണ്ട് അതിലൊന്നും തളർന്നു പോകാറില്ല. പലരും എൻ്റെ അടുത്താണ് ഇങ്ങനെ തളർന്നു പോകുമ്പോൾ വരുന്നത്. അപ്പം ഞാൻ അവർക്ക് ഉപദേശം കൊടുക്കാറുണ്ട്. മാവേലിക്ക് വേണമെങ്കിൽ നല്ല ഉപദേശം തരാം. ഈ ചവിട്ടിത്താത്തിയതുകൊണ്ടല്ല എല്ലാ വർഷം വരാൻ പറ്റുന്നത്. അതെ, അല്ലെങ്കിൽ വരാൻ പറ്റുമോ? അവിടെ ജീവിച്ച് മരിച്ചു പോനെ. അതെ. അപ്പോൾ ചവിട്ടിത്താത്തുമ്പോൾ ഉയർന്നുകൊണ്ടേയിരിക്കും. ഇപ്പോൾ കഴിഞ്ഞ ഓണങ്ങളല്ല, വരാനിരിക്കുന്ന ഓണങ്ങളായിരിക്കും കളർഫുൾ ആകാൻ പോകുന്നത് ഇനി അങ്ങോട്ട്. പിന്നെ പണ്ടെന്ന് പറഞ്ഞ ഓണം നമ്മുടെ വീടിന്റെ മുറ്റത്തല്ല ഇട്ടോണ്ടിരുന്നത്. ഇപ്പൊ മൊബൈൽ എടുത്ത് നോക്കിയാലും ടി വി എടുത്ത് നോക്കിയാലും ചുറ്റും നോക്കി എല്ലായിടത്തും ഓണം, കടകളുടെ മുമ്പിലും അല്ലേ? വളർന്നുകൊണ്ടിരിക്കുകയാണ് മാവേലി. ചവിട്ടിത്താത്തിയ മോനെ പറഞ്ഞിട്ടില്ലേ, കൊല്ലം തോപ്പിക്കാനാവില്ല. ഓണം എന്ന് പറയുന്നത് ഉയർത്തെഴുന്നേൽപ്പിന്റെ കൂടെ ഒരു ഉത്സവമാണ്. അതെ, എല്ലാം ഉയർത്തെഴുന്നേൽപ്പല്ലേ. ക്രിസ്തുവിനെ കുരിശിൽ തറച്ച് 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റില്ലേ, ഇനി ആർക്കും നാത്താൻ പറ്റില്ല. അപ്പൊ ഞാൻ ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞു. വിജയാശംസകൾ. ഓക്കെ, താങ്ക് യു. ഈ പഴയകാല ഈ സ്റ്റേജ് പരിപാടികളും ഷൂട്ടിങ്ങും ഒക്കെ ആയിട്ടുള്ള യാത്രകളിൽ ഓണവുമായിട്ട് ബന്ധപ്പെടുത്തിയുള്ള എന്തെങ്കിലും ഓർമ്മകൾ, രസകരമായ എന്തെങ്കിലും ഓർമ്മകൾ മനസ്സിൽ? പഴയതൊക്കെ പറയാൻ പേടിയോ ഇപ്പോൾ. ഇവനെ ആരെടുത്ത് ചോദിച്ചിട്ടാണ് ഇത് മനസ്സിലാക്കിയതെന്നൊക്കെയാണ് ഇപ്പോൾ കമൻറ്റ് വരുന്നത്. ആ പഴയവരെ കുറിച്ച് പറയുന്നതും നമ്മൾ ഓരോരുത്തരുന്ന് കേട്ടിട്ടാണ് പറയുന്നത്. പക്ഷേ ഇതെൻ്റെ നേരിട്ടുള്ള അനുഭവമാണ്. അമേരിക്കയിൽ ഷോന് പോയപ്പോൾ അത് ഈ ഓണത്തിൻ്റെ സമയമായിരിക്കില്ല. കാരണം സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ ഇപ്പോൾ ക്രിസ്മസും ഓണം കൂടി ഒരുമിച്ചായിരിക്കും ആഘോഷം നടത്തുന്നത്. അപ്പം നമ്മൾ ഓണം ഇതിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഇത് പറഞ്ഞിട്ടുള്ളതാണ്. എങ്കിലും ആ ഓണം എനിക്കൊരിക്കലും മറക്കാൻ കഴിയില്ല. അപ്പോൾ ഈ ഇലയൊക്കെ ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ കഴിക്കാതിരുന്നപ്പോൾ ആ ഒരു മാഡം വന്നിട്ട് പ്രസംഗിച്ചു. ഓണം എന്ന് പറഞ്ഞാൽ മറ്റേ തൂശനിലയിൽ ചോറ് വിളമ്പി ഇതാന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ ഓണത്തിനെ കുറിച്ച് എൻ്റെ കുട്ടിക്കാലത്ത് ഞാനത് ഓർക്കുകയാണ്. ഇത്രയും കറികളൊക്കെ ചേർന്ന് പായസമൊക്കെ ചേർന്നുള്ള മനോഹരമായ ഓണം എന്ന് പറഞ്ഞിട്ട് ഞാൻ നോക്കിയപ്പോൾ അവർ സ്പൂൺ എടുത്തിട്ട് ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുക. സദ്യ ഉണ്ടെന്നത് സ്പൂൺ വെച്ചിട്ടാണ്. പപ്പടമൊക്കെ ഇത് വെച്ചിട്ടാണ് പൊട്ടിക്കുന്നത്. എന്നിട്ട് അതിൽ നിന്നൊരു കഷ്ണം. ഇത് വെറുതെ പറയുന്നല്ല കേട്ടോ, അതിന് തെളിവുള്ള ആൾക്കാരുണ്ട്. അപ്പം എൻ്റെ അടുത്ത് ഒരു സായിപ്പിനെ വിളിച്ചിട്ടുണ്ട് ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. സായിപ്പ് കൈ കൊണ്ടാണ് കഴിക്കണത്. അന്തസ്സായിട്ട് ഞാകടി സായിപ്പ് ഇവിടെ നിന്ന് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ രസമൊക്കെ ഒഴിച്ചപ്പോൾ ദിസ് ഇസ് ഹെർബൽ ഡ്രിങ്ക്, എന്നെ പഠിപ്പിക്കുക. ഹെർബൽ ഡ്രിങ്ക്, നമ്മൾ രസം എന്നാണ് പറയണത്. പക്ഷെ അതിൽ ഇത്രയും ഇതിട്ടിട്ട് അതൊരു ഭയങ്കര ഡ്രിങ്കായിട്ട് അവർ കാണുന്നത്. ഹെൽത്തി ഡ്രിങ്ക് ആയിട്ടാണ് കഴിച്ചത്. പക്ഷെ നമ്മുടെ ആൾക്കാർ അവിടെ ഇരുന്നൊരു സ്പൂൺ വെച്ചിട്ട് കഴിക്കുന്നു. അപ്പം ഞാൻ ആലോചിച്ചു, യഥാർത്ഥത്തിൽ ഓണം എന്ന് പറയുന്നത് സെലിബ്രേറ്റ് ചെയ്യുന്നത് പുറം രാജ്യങ്ങളും പുറമേ ഉള്ള ആൾക്കാരൊക്കെ ആയിരിക്കും. നമ്മുടെ നാട്ടിൽ ആഘോഷിക്കുന്നുണ്ട്, പക്ഷെ നമ്മുടെ നിന്ന് പോകുമ്പോൾ നമ്മുടെ കൾച്ചർ മറന്നു പോകുന്നു. ഇതാണ് ഏറ്റവും വലിയൊരു ഭാഗ്യം എന്ന് പറയുന്നത്. കേരളം എന്ന് പറയുന്നത്, ആ കേരളത്തിൻ്റെ ഓണം എന്ന് പറയുന്നത്, അതിൽ പങ്കെടുക്കാൻ സാധിക്കുന്നത്, തനതായ ശൈലിയിൽ ഓണം ആഘോഷിക്കാൻ കഴിയുന്നതൊക്കെ ഭാഗ്യമാണ്. ഇനിയും നിറയെ അങ്ങനെയുള്ള ഭാഗ്യങ്ങൾ ഉണ്ടാവട്ടെ. ഓക്കെ. നിറയെ നല്ല നല്ല ആഘോഷങ്ങളിൽ പങ്കെടുക്കാൻ സാധിക്കട്ടെ. എല്ലാവിധ ഐശ്വര്യങ്ങളും നന്മകളും ഉണ്ടാവട്ടെ എന്ന് മാവേലി തമ്പുരാൻ അനുഗ്രഹത്തോടെയും സ്നേഹത്തോടെയും ആശംസിക്കുന്നു. അപ്പോൾ ആദ്യത്തെ മാവേലിനെ ഇത്തവണ കാണുന്നത്. അപ്പോൾ ഇത് തകർക്കട്ടെ, ഇത്തവണ ഓണം തകർക്കട്ടെ. ആദ്യമായിട്ടാണ് ഒരു മാവേലി ഈ വർഷം എനിക്ക് കൈ തരുന്നത്. ഇത് ഐശ്വര്യമായിട്ട് വരട്ടെ. അപ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നേക്ക്. സമ്മാനം ഉണ്ട്. അത് ചോദിച്ചപ്പോൾ മാവേലി തപ്പടെ സമ്മാനമായിട്ട് മോതിരം. അത് വേണ്ട. ഇതുപോലത്തെ മോതിരമൊക്കെ പണ്ടൊരാൾ കൊടുത്തിട്ട് കേസായിട്ട് ഇപ്പോൾ ഇപ്പോഴും മനസ്സിലായില്ലേ? ഇതുപോലത്തെ മോതിരമൊക്കെ കാണുമ്പോൾ എനിക്ക് പേടിയാ. അപ്പോൾ നിറയെ സമ്മാനങ്ങളുമായിട്ട് വേറൊരു ദിവസം വരാം. ഓക്കെ.
അപ്പോൾ എന്തായാലും സന്തോഷം. വീണ്ടും കൈ തന്നെയുള്ള തന്നെ എന്തെങ്കിലും തരും ആവേലി. മോതിരം ഊരി എടുക്കുമെന്ന് ഓർത്തിട്ടാണ് ഞാൻ കൈ. അപ്പോൾ എന്തായിരുന്നാലും ഓണാശംസകൾ. കുടുംബത്തോടൊത്ത് ഓണം ഹാപ്പി ആയിട്ട് ആഘോഷിക്കാൻ പറ്റട്ടെ. ഓക്കെ, ഹാപ്പി ഓണം എല്ലാവർക്കും, എല്ലാ പ്രേക്ഷകർക്കും നന്മ നിറഞ്ഞ സമ്പൽ സമൃദ്ധമായ ഒരു ഓണം ഉണ്ടാവട്ടെ.